സുപ്രിയ എന്നാണ് നമ്മളുടെ കഥാനായികയുടെ പേര്. തിരുവനന്തപുരത്തെ ഒരു പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധയാണ്. 2 വർഷം മുന്നേ അവരുടെ ഭർത്താവ് അരവിന്ദ് ഒരു അപകടത്തിൽ മരിച്ചു. അരവിന്ദ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അവന്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന സുപ്രിയ എല്ലാ ദിവസവും ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഒരു സിഗ്നലിൽ കാർ നിർത്തി അവിടെയുള്ള ഒരു ഭിക്ഷക്കാരന് പണം നൽകാറുണ്ട്. ആ മനുഷ്യനെ കാണുമ്പോൾ അവൾക്ക് അരവിന്ദനെ ഓർമ്മ വരും. ഒരു മഴക്കാല ദിവസം സുപ്രിയ പതിവ് പോലെ അവന് പണം നൽകാൻ ശ്രമിച്ചപ്പോൾ അവനൊരു അപ്രതീക്ഷ കാര്യം പറഞ്ഞു. മാഡം, എനിക്ക് പണം വേണ്ട. നിങ്ങളെ വിവാഹം കഴിക്കണം. ഞാൻ നിങ്ങളെ നന്നായി നോക്കും. സുപ്രിയ ഒരു നിമിഷം ഞെട്ടി. തമാശയാണെന്ന് കരുതി ചിരിച്ച് ഇതൊന്നും പറയാതെ എന്തെങ്കിലും വാങ്ങിക്കഴിക്കൂ. പക്ഷേ അയാൾ പണം എടുത്തില്ല. സുപ്രിയ ഒന്നും മിണ്ടാതെ ആശുപത്രിയിലേക്ക് പോയി. ആ ദിവസം മുഴുവൻ അയാൾ പറഞ്ഞത് അവൾ ഓർത്തുകൊണ്ടേയിരുന്നു. അവന്റെ കണ്ണുകൾ അരവിന്ദിനെ പോലെ തോന്നി. മറ്റൊരു ദിവസം വീണ്ടും പണം നൽകാൻ ശ്രമിച്ചപ്പോൾ അവൻ പറഞ്ഞു, മാഡം, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നെ ഒന്ന് വിവാഹം കഴിച്ചാൽ മാത്രം മതി. സുപ്രിയക്ക് ദേഷ്യം വന്നു. ഞാൻ നിന്നെ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നീ പറയുന്നതെല്ലാം ഞാൻ കേൾക്കണം എന്നല്ല. നിങ്ങൾ എന്നോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് എന്ന് അവൾ കർക്കശയോടെ പറഞ്ഞു. എന്നാൽ അവൻ പിന്മാറിയില്ല. നിങ്ങൾ എന്നെ ഒരു വട്ടനാണെന്ന് കരുതുന്നുണ്ടാവും. പക്ഷേ എൻ്റെ വാക്കുകൾ നീ കേൾക്കൂ. ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യും എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അവൻ്റെ വാക്കുകളിൽ ഒരു ഉറപ്പ് കണ്ട് സുപ്രിയ, നിനക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? പറ എന്ന് അവൾ പറഞ്ഞു. നഗരത്തിന് പുറത്ത് ഒരു പഴയ ഗോഡൌണിൽ വലിയൊരു ലഹരി മരുന്ന് റാക്കറ്റ് നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഞാൻ അവിടെ മയക്കുമരുന്ന് കടത്തുന്നവരെ കണ്ടു. സുപ്രിയ ആദ്യം അവന്റെ വാക്കുകൾ ഗൗരവമായി എടുത്തില്ല. എന്നാലും ഒരു മുൻകരുതലിനായി തന്റെ പഴയ രോഗിയായ ഒരു പോലീസുകാരനെ വിളിച്ച് ഈ വിവരം പറഞ്ഞു. ഇൻസ്പെക്ടർ ഗോഡൌണിൽ റെയ്ഡ് നടത്തി ലഹരിമരുന്ന് പിടിച്ചു. ഒരു ദിവസം ഇൻസ്പെക്ടർ വിളിച്ച് നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് അവളോട് പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് ഡ്രഗ്സ് പിടിച്ചു എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞപ്പോൾ സുപ്രിയ ഞെട്ടി. ഒരു ഭിക്ഷക്കാരന് ഇത്ര കൃത്യമായി ഈ വിവരം എങ്ങനെ ലഭിച്ചു? അടുത്ത ദിവസം സുപ്രിയ അവനെ കണ്ടപ്പോൾ ചോദിച്ചു, നിനക്ക് ഈ വിവരം എവിടെ നിന്ന് കിട്ടി? നിന്റെ യഥാർത്ഥ പേര് എന്താണ്? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാഡം, ഞാൻ ആരാണെന്ന് എനിക്കറിയാം. ഈ നഗരത്തെ പറ്റി നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം. അവന്റെ വാക്കുകളിൽ ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നതായി സുപ്രിയക്ക് തോന്നി. പിന്നീടുള്ള ആഴ്ചകളിൽ അവൻ ചെറിയ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ വിവരം നൽകിക്കൊണ്ടേയിരുന്നു. സുപ്രിയ അവനെ ഒരു ഭിക്ഷക്കാരനായി കാണുന്നത് നിർത്തി. അവന്റെ പിന്നിൽ ഒരു വലിയ രഹസ്യമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ക്രമേണ അവർ തമ്മിൽ ഒരു സൗഹൃദം വളർന്നു. സുപ്രിയ പണം നൽകുന്നത് നിർത്തി. പകരം അവനോട് പുഞ്ചിരിയോടെ സംസാരിക്കാൻ തുടങ്ങി. ചിലപ്പോൾ അവൻ അരവിന്ദിനെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ പറയും. ഒരു ദിവസം മഴയത്ത് കാപ്പി കുടിക്കുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സുപ്രിയ ഞെട്ടി. ഈ കാര്യം അരവിന്ദിന് മാത്രമേ അറിയൂ. ഒരു ദിവസം ആശുപത്രിയിൽ നിന്ന് വൈകി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സുപ്രിയയുടെ കാർ പണിമുടക്കി. കനത്ത മഴയിൽ റോഡ് ശൂന്യമായിരുന്നു. പെട്ടെന്ന് ആ ഭിക്ഷക്കാരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവൻ കാറ് ശരിയാക്കി, മാഡം, രാത്രി പുറത്തേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞു. സുപ്രിയ അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ആദ്യം വിസമ്മതിച്ചെങ്കിലും അവരുടെ അഭ്യർത്ഥന മാനിച്ച് അവൻ സമ്മതിച്ചു. വീട്ടിൽ അവർക്ക് ഭക്ഷണം വിളമ്പിയപ്പോൾ അവൻ പറഞ്ഞു, ഈ ഭക്ഷണം എൻ്റെ പഴയ ഓർമ്മകളെ ഉണർത്തുന്നു. ആ വാക്കുകൾ സുപ്രിയയുടെ ഹൃദയമിടിപ്പ് കൂട്ടി. പിറ്റേ ദിവസം സുപ്രിയ തൻ്റെ സുഹൃത്തായ ഫോറൻസിക് വിദഗ്ധന് അവൻ്റെ ഫോട്ടോ അയച്ച് DNA പരിശോധന നടത്താൻ ആവശ്യപ്പെട്ടു. ഈ മുഖം എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷേ ഓർമ്മ വരുന്നില്ല എന്ന് അവൻ പറഞ്ഞു. അവൻ്റെ പേര് ശരത് എന്നാണെന്ന് സുപ്രിയ പറഞ്ഞു. ശരത്തിന്റെ രഹസ്യം കണ്ടെത്താൻ സുപ്രിയ ശരത്തിനെ വീട്ടിൽ താമസിപ്പിച്ചു. ഒരു ദിവസം ഗോഡൌണിൽ തീപിടുത്തം നടന്നു എന്ന വാർത്ത വന്നു. ആ ഗോഡൌണിലാണ് മുന്നേ ഡ്രഗ്സ് പിടിച്ചത്. സുപ്രിയ അവിടെ പോയപ്പോൾ പോലീസിന് അരവിന്ദന്റെ ഫോട്ടോയുള്ള രേഖകൾ ലഭിച്ചതായി അറിഞ്ഞു. അരവിന്ദ് മരിച്ചിട്ട് 2 വർഷമായി. പിന്നെ ഈ ഫോട്ടോകൾ എങ്ങനെ എന്നവർ ആലോചിച്ചു. ശരത്തിനോട് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ തീരുമാനിച്ചെങ്കിലും അവൻ സിഗ്നലിൽ ഉണ്ടായിരുന്നില്ല. അവനെ തെരഞ്ഞപ്പോൾ കണ്ടെത്താൻ ആയില്ല. സുപ്രിയ വല്ലാതെ ആശങ്കപ്പെട്ടു. അന്ന് വൈകുന്നേരം ശരത് വീടിന്റെ പുറത്തിരിക്കുന്നത് കണ്ടു. അവന്റെ മുഖത്ത് വിഷാദം. ശരത്, രാവിലെ മുതൽ നിന്നെ തെരയുകയാണ്. എവിടെ പോയിരുന്നു എന്ന് സുപ്രിയ ദേഷ്യത്തോടെ ചോദിച്ചു. ഒരു അത്യാവശ്യ കാര്യത്തിന് പോയതാണെന്ന് അവൻ മറുപടി നൽകി. സുപ്രിയ അരവിന്ദന്റെ ഫോട്ടോയെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങിയെങ്കിലും എന്തോ ആലോചിച്ച് നിർത്തി.
പകരം നിനക്ക് രാജീവ് മേനോനെ അറിയോ എന്ന് ചോദിച്ചു. ഈ നഗരത്തിൽ അവനെ അറിയാത്തതായി ആരുണ്ട്? വലിയ മനുഷ്യനല്ലേ എന്ന് അവൻ മറുപടി പറഞ്ഞു. അവന്റെ വാക്കുകൾ സുപ്രിയയിൽ സംശയം വർദ്ധിപ്പിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗോഡൌണിലെ തീപിടുത്തം ഒരു അപകടമല്ലെന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു. സുപ്രിയ ഇൻസ്പെക്ടർ വിക്രമിനോട് ശരത്തിനെ പിന്തുടരാൻ ആവശ്യപ്പെട്ടു. ശരത്ത് എല്ലാ രാത്രിയും ഗോഡൌണിന്റെ അടുത്തു പോകുന്നുണ്ട്. അവിടെ ആരൊക്കെയോ കാണുന്നുണ്ടെന്ന് വിക്രം പറഞ്ഞു. അരവിന്ദ് ജീവനോടെയുണ്ടോ അതോ മറ്റെന്തോ കളിയാണോ എന്ന് സുപ്രിയ ആലോചിച്ചു. അവർ രാജീവ് മേനോനോട് നേരിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചെങ്കിലും ആദ്യം ശരത്തിൽ നിന്ന് സത്യങ്ങൾ കണ്ടെത്തണം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശരത് പറഞ്ഞു, ഗോഡൌണിൽ ഒരു രഹസ്യ ബേസ്മെന്റ് ഉണ്ട്. അവിടെ രാജീവ് മേനോൻ നിയമവിരുദ്ധ തെളിവുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സുപ്രിയ ഈ വിവരങ്ങൾ വിക്രമിന് കൈമാറി. വിക്രമും ടീമും ഗോഡൌണിൽ പരിശോധന നടത്തി. ഡ്രഗ്സ് കടത്തുന്നതും കള്ളപ്പണ ഇടപാടുകൾ തെളിയിക്കുന്ന രേഖകൾ അവിടുന്ന് കണ്ടെത്തി. പോലീസ് രാജീവ് മേനോനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ടും സുപ്രിയയുടെ മനസ്സ് ആശയക്കുഴപ്പത്തിലായിരുന്നു. ശരത് എന്തോ മറക്കുന്നതായി അവൾക്ക് തോന്നി. ചിലപ്പോൾ രാത്രി അവൻ അപ്രത്യക്ഷനാവും. പിറ്റേന്ന് ഒന്നും സംഭവിക്കാത്തതുപോലെ തിരിച്ചെത്തും. സുപ്രിയ ശരത്തിന്റെ DNA റിപ്പോർട്ടിനായി ഫോറൻസിക് വിദഗ്ധനെ വീണ്ടും വിളിച്ചു. ഇനിയും കുറച്ച് സമയം വേണം എന്നവൻ പറഞ്ഞു. ശരത്തിന്റെ സംസാരവും പെരുമാറ്റവും അരവിന്ദന്റെ പോലെ ആയിരുന്നു. ഈ രഹസ്യം കണ്ടെത്താൻ സുപ്രിയ ദൃഢനിശ്ചയം ചെയ്തു. സത്യത്തിൽ അരവിന്ദ് 2 വർഷം മുന്നേ മരിച്ചിരുന്നില്ല. അതൊരു കെണിയായിരുന്നു. രാജീവ് മേനോന്റെ ഡ്രഗ് കടത്തുന്നതിന്റെയും കള്ളപ്പണ ഇടപാടുകളും അരവിന്ദന് അറിയാമായിരുന്നു. അവനെ ഒരു രഹസ്യ മീറ്റിംഗിലേക്ക് വിളിച്ച് മയക്കുമരുന്ന് നൽകിക്കൊണ്ട് കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ ഭാഗ്യവശാൽ അരവിന്ദ് രക്ഷപ്പെട്ടു. രാജീവിനെ പിടിക്കാൻ അവൻ ശരത് എന്ന പേര് സ്വീകരിച്ച് ഭിക്ഷക്കാരന്റെ വേഷത്തിൽ സിഗ്നലിൽ നിന്ന് അവന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു. സുപ്രിയക്ക് ഇതൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ശരത്തിനെ അരവിന്ദനെ പോലെ തോന്നുന്നത്? ശരത്ത് തന്നെയാണോ അരവിന്ദ് എന്ന സംശയം അവരിൽ ശക്തമായി. വിക്രമിനോട് ശരത്തിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. ഒരു ദിവസം വിക്രം പറഞ്ഞു, സുപ്രിയ തയ്യാറാകൂ, ഇന്ന് ശരത്തിനെ പിന്തുടരാം. അവന്റെ സത്യം നമുക്ക് കണ്ടെത്താം. അന്ന് അവർ ശരത്തിനെ പിന്തുടർന്നു. ശരത് ഗോഡൌണിലേക്ക് പോയി. ഇരുട്ടിൽ അവൻ രേഖകൾ പരിശോധിച്ച് കുറച്ച് രേഖകൾ കത്തിക്കുകയായിരുന്നു. ഇത് കണ്ട് സുപ്രിയയും വിക്രമും വീട്ടിലേക്ക് മടങ്ങി. ആ രാത്രി ശരത് ഉറങ്ങുമ്പോൾ സുപ്രിയ ആ പെൻഡ്രൈവ് എടുത്ത് കമ്പ്യൂട്ടറിൽ പരിശോധിച്ചു. അതിൽ രാജീവ് മേനോൻ അരവിന്ദനെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോകൾ ഉണ്ടായിരുന്നു. നിന്റെ കുടുംബത്തെ ഞാൻ ജീവിക്കാൻ വിടില്ല എന്ന് രാജീവ് പറയുന്നു. ഇത് കണ്ട് ശരത് അരവിന്ദ് തന്നെയാണെന്ന് സുപ്രിയക്ക് മനസ്സിലായി. എന്നാലും DNA റിപ്പോർട്ടിനായി കാത്തിരുന്നു. പിറ്റേന്ന് ഫോറൻസിക് വിദഗ്ധൻ വിളിച്ച് ശരത്തിനാരോ തട്ടിയും കൊണ്ടുപോയി. സുപ്രിയ നിന്റെ ജീവനും അപകടത്തിലാണെന്ന് പറഞ്ഞു. ഞെട്ടിയ സുപ്രിയ വിക്രമിനെ വിളിച്ചു. അരവിന്ദനെ ഗോഡൌണിലേക്ക് കൊണ്ടുപോയതായി മനസ്സിലായി. വിക്രമും പോലീസ് ടീമും ഗോഡൌണിലെത്തി. അവിടെ രാജീവിന്റെ ഗുണ്ടകൾ അരവിന്ദനെ ബന്ധിച്ചിരുന്നു. പോലീസ് ഗുണ്ടകളെ അറസ്റ്റ് ചെയ്തു. സുപ്രിയ അരവിന്ദനെ രക്ഷിച്ച് പുറത്തെത്തിച്ചു. അപ്പോൾ ഫോറൻസിക് വിദഗ്ധ സുപ്രിയയെ വിളിച്ച് അരവിന്ദന്റെയും ശരത്തിന്റെയും DNA മാച്ച് ആണെന്ന് പറഞ്ഞു. സന്തോഷക്കണ്ണീരോടെ സുപ്രിയ അരവിന്ദിനോട് എല്ലാതും ചോദിച്ചു. രാജീവിന്റെ ക്രിമിനൽ സാമ്രാജ്യം തകർക്കാൻ നിന്റെ സുരക്ഷയ്ക്കായി ഞാൻ എൻ്റെ മരണം നാടകമാക്കി. ശരത് എന്ന വേഷത്തിൽ ഞാൻ അവന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു എന്ന് അരവിന്ദ് പറഞ്ഞു. സുപ്രിയക്ക് ഇത്ര വലിയ വേറെ സന്തോഷം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അവർ വീണ്ടും ഒന്നിച്ചു. പുതിയൊരു ജീവിതം തുടങ്ങി സന്തോഷത്തോടെ ജീവിച്ചു.